कुछ ना कहो, मैंने सुन लिया कि साथी प्यार का मुझे चुन लिया, मैंने सुन लिया। पहला खुमार, नया प्यार है, नया इंतजार। कर लूं मैं क्या अपना हाथ, दिले बेकरार, मेरे दिले बेकरार, तू ही बता। पहला नशा, पहला खुमार, कर दो आसमान ज़मीन, कहो यारो क्या करो क्या नहीं। पहला नशा, पहला खुमार, नया प्यार है, नया इंतजार। कर लूं मैं क्या अपना हाथ, दिले बेकरार, मेरे दिले बेकरार, तू ही बता। पहला नशा, पहला खुमार, कुछ ऐसे ढंग से सपने दे गया वो हजारों रंग के। उसने बात की कुछ ऐसे ढंग से सपने दे गया वो हजारों रंग के। रह जाओ जैसे और चूमे वो मुझे प्यार से। पहला नशा, पहला खुमार, नया प्यार है, नया इंतजार। कर लूं मैं क्या अपना हाथ, ये दिले बेकरार, मेरे दिले बेकरार। നെബൂട്ടാ, എന്തൊരു റൊമാൻറ്റിക് പെർഫോമൻസ് ആയിരുന്നു ഇല്ലേ? സൂപ്പർ ആയിരുന്നില്ലേ? അടിപൊളി.
മെബു ആ കീബോർഡൊക്കെ വായിക്കുന്നില്ലേ ഭയങ്കര റിയൽ ആയിട്ട് എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് അവിടെ ശരിക്കും കീബോർഡ് വായിക്കുന്ന ആള് അല്ല, അവിടെ ശരിക്കും കീബോർഡ് വായിക്കുന്ന ആള് ബാക്കിലിരുന്നിട്ട് ഭയങ്കര ചിരി. ഇല്ല, എന്തിനാണോ ആവോ? അനൂപ് ചിരിയല്ല, അവന്റെ മനസ്സിൽ ഒരു കട്ട തീ കയറി വേറൊരു കീബോർഡ് പ്ലെയർ. ഇവരങ്ങ് ഫീലിരുന്നങ്ങ് വായിക്കുക. അനുക്കാണ്ട് അവിടെ ഇരുന്ന് ആസ്വദിക്കുന്നു അല്ലേ? അതെ, കൊള്ളായിരുന്നു നിങ്ങളുടെ രണ്ടുപേരുടെയും പെർഫോമൻസ്. അടിപൊളിയായിരുന്നു. അവൾ ആദ്യമായിട്ട് അങ്ങ് ഓടിക്കളഞ്ഞല്ലേ? അത് ശരിക്കും എന്റെ ഇമാജിനേഷൻ. അത് ഓക്കെ, അതായത് ഞാൻ ഓടിപ്പോന്നതോ? അല്ലല്ലല്ല, അവിടെ ഒരാളുണ്ടെന്നുള്ളത് അതാണ്. ഞാൻ എന്ത് ചെയ്യുന്നു വിചാരിച്ചു നിന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോ അവളെ കാണാതെ. അപ്പൊ അതിന്റെ സന്തോഷത്തിലാ മക്കള് പാടിയതല്ലേ? അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ ഇമാജിനേഷൻ ആണ്. അങ്ങനെ ഞാൻ തിരിച്ചു വന്നിട്ട് അവളെ ഇങ്ങനെ ഇമാജിനേഷനിലൂടെ കണ്ട് അതായത് ഈ പാട്ടിന്റെ ലിറിക്സില് പാട്ടിന്റെ ഞാനിതിപ്പോ എന്തൊക്കെയാ കാട്ടണേന്ന് മനസ്സിലാവുന്നില്ല. നീ തന്നെ പറ എന്താ ചെയ്യുന്നത്. നീ തന്നെ പറയാൻ എന്തൊക്കെയാ മക്കള് കാട്ടി കൂട്ടിയത്? അല്ല, ഒരു സാധനം മനസ്സിലായി, ഇങ്ങനെ കറക്കിയിട്ട്. അല്ല, അതിന് മുന്നേ പറഞ്ഞ ചേട്ടാ അവൻ കൈ വെച്ച് ഇങ്ങനെ. നമുക്ക് ആ സ്റ്റെപ്പ് ഒന്ന് ശരിക്കും ഇനിയിപ്പോ ഇമാജിനേഷൻ വേണ്ടല്ലോ, അമ്മ ഇവിടെ ഉണ്ടല്ലോ. കറങ്ങി 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 അപ്പുറത്തേക്ക് പോവാം. കുറച്ച് സ്പീഡായിട്ട് കറക്കുമ്പോൾ എപ്പോഴേ തല കറക്കും. കറങ്ങി കറങ്ങി അപ്പുറത്ത് പോവാം അമ്മയാ. 2 തവണ അല്ലേ? 1 2 3 കറക്കൂ. Nice. Very nice. Beautiful. എല്ലാം പോയത്, എല്ലാം കൈവിട്ടു പോയത് അല്ല മക്കളെ? ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ, സൂപ്പർ സൂപ്പർ മക്കൾ. അപ്പൊ അമ്മയാ, താങ്ക് യു സോ മച്ച് മെബുനെ സപ്പോർട്ട് ചെയ്തതിന്. നീ പൊക്കോടെ, അല്ലെങ്കിൽ നിനക്ക് കാലുവേദന അടിക്കും. ഓക്കെ, മഞ്ചരി ചേച്ചി. മെവിൻ, എന്തോ മാം? സ്വീറ്റ് ഹാർട്ട്, സ്വീറ്റ് ആയിട്ട് പാടി. താങ്ക് യു മാം. എന്താണ് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ലൊരു ബോയ് ഫ്രണ്ട്. അതെ, ഒരു പ്രണയം തുളുമ്പി നിൽക്കുന്ന ഒരു പുരുഷൻ അല്ലേ? പുരുഷനായടാ നീ. അതാണ് കഥാപാത്രം അല്ലേ? കഥാപാത്രം അതാണ്. അത് ഭയങ്കര ഇന്നസെന്റ് ആയിട്ടാണ് ഈ കഥ മൊത്തം ഇവിടെ പറഞ്ഞത്. ഞാൻ ഇങ്ങനെ ചെയ്തു, അപ്പൊ ഇതാണ് എന്റെ ഇമാജിനേഷൻ ആയിരുന്നു. കഥ മുഴുവൻ പറഞ്ഞു, ഞങ്ങൾക്ക് മനസ്സിലായി. അത് ചെയ്യുന്ന കാണുമ്പോഴും നമ്മൾ മനസ്സിലാക്കണ്ടേ? കഴിഞ്ഞിട്ട് മോൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറയുന്നത് കഥ ശരിയായില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അത് പറഞ്ഞു, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അത് പറയണല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. കവി ഉദ്ദേശിച്ചത് നന്നായി. നല്ല പെർഫോമൻസ് ആയിരുന്നു, സൂപ്പറായിരുന്നു. താങ്ക് യു മാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. മെബിൻ നല്ലോണം ഡെഡിക്കേറ്റഡ് ആണ്, നല്ല പാട്ട് പഠിച്ച് പാടുന്ന ആളാണ് അല്ലേ? അല്ല, ഈ പാട്ട് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്? ഇങ്ങനെ പ്രണയം ഉള്ളോണ്ടാണോ? അല്ലല്ല, എനിക്ക് ആമിർ ഖാന്റെ അഭിനയിച്ച പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടാണ്. ആമിർ ഖാന്റെ വേറെ ഏത് പാട്ടാണ് ഇഷ്ടം? ഇതില് തന്നെ വേറൊരു പാട്ടും കൂടി ഉണ്ട്. ഇതിലുണ്ട്, അല്ലാതെ ഞാൻ ഇതേ കണ്ടിട്ടുള്ളൂ. ആണോടാ? അങ്ങ് പറഞ്ഞു പോയതാണത്. നന്നായി പാടിയിടാ. ഇതില് എനിക്ക് ചില സ്ഥലങ്ങൾ മാത്രമേ ഇപ്പൊ പെർഫോമൻസ് ഗംഭീരായിരുന്നു, പക്ഷെ അതിന് എന്തെങ്കിലും പറയണല്ലോ. ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തന്നാലല്ലേ അതൊക്കെ ശരിയാക്കാൻ പറ്റുള്ളൂ അല്ലേ? ഇതില് ഫീല് നന്നായിരുന്നു. ചില വാക്കുകൾ ഉച്ചരിച്ച രീതി അതൊന്ന് ശ്രദ്ധിക്കണം. ഉടുത്താഹി ഫിറു ഫിറു റൂ റൂ കുറച്ച് റൂ എന്ന് വേണ്ട, ഫിറു ഫിറു. झूल जाऊं झूल जाऊं. ഹിന്ദി ക്ലാസ്സിലിരിക്കുന്ന പോലെ. ഈ ലൈൻ ഒന്ന് പാടൂ, പല്ലവി. ഏ ദിലേ ബേക്കറാർ. അതൊന്ന് അതിന്റെ മുന്നത്തെ ലൈൻ പാടി വരും. നയാ പ്യാർ ഹൈ നയാ ഇന്തിസാർ കർ ലൂ മൈ ക്യാ അപ്നാ ഹാൽ ഹേ ദിലേ ബേക്കറാർ മേരേ ദിലേ ബേക്കറാർ. ഇത് കുറച്ചുകൂടെ പ്ലെയിൻ ആക്കാം. അത് ആക്ച്വലി ഹാപ്പി സോങ് ആണ്. ഏ ദിലേ ബേക്കറാർ മൈ ക്യാ കറൂം. എന്റെ ഹൃദയമേ, ഞാൻ പറയുന്ന കേൾക്കുന്നില്ല. എന്റെ ഹൃദയം വല്ലാതെ വെപ്രാളത്തിലാണ് ഈ പ്രണയം കാരണം. അപ്പൊ ഏ ദിലേ ബേക്കറാർ, ഏ ദിലേ ബേക്കറാർ മേരേ ദിലേ ബേക്കറാർ തൂ ഹി ബതാ. ഹൃദയത്തോടാ ചോദിക്കുന്നേ. പെഹലാ നശാ പെഹലാ ഖുമാർ നയാ പ്യാർ ഹേ നയാ ഇന്തിസാർ कर लूं मैं क्या अपना हाल ऐ दिल बेकरार
करार मेरे दिल बेकरार तू ही बता അതിൽ ഏ ദിൽ ബേക്കറാർ തൂ ഹി ബതാ എന്ന് വരുമ്പോൾ അതിന്റെ ഒരു സ്വീറ്റ്നെസ് മാറി അത് വേറെ ഫീലിലേക്ക് പോകും. അത് പറ്റും, അതിൽ ചെയ്യാം. പക്ഷെ ഇതിന്റെ ഒരു ഈ പാട്ടിന് എന്താണോ ആവശ്യം അത് അദ്ദേഹം ഒരുപാട് സിമ്പിളായിട്ടാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ ഓവറായിട്ടുള്ള സംഗതികൾ ചിലപ്പോൾ അതിന്റെ ഫീലിന് വ്യത്യാസം വരുത്തും. ഓക്കെ, അതാണ് ചില ഭാഗങ്ങൾ അനുപല്ലവിയിലും ആ ഫസ്റ്റ് 2 ലൈൻസ് പാടും മോനെ അനുപല്ലവിയുടെ. ഗുഡ്. घटा इन घटाओं में कहीं एक कर दो आसमान ज़मीन कहो यारो क्या करो क्या नहीं पहला नशा पहला हुमार. അത് അത്രയും ഇല്ല. അത് ഒരുപാട് കാണിക്കണ്ട അവിടെ അങ്ങനെ കാണിക്കണ്ട. അത്രയും വേണ്ട, കുറച്ച് അതെ കാണിച്ചേ അടങ്ങും അത്. അത് ഒരുപാട് കാണിക്കണ്ട അവിടെ. അത് ജസ്റ്റ് ഒരു ഫീൽ, ഒരു കാറ്റിൽ പോകുന്നേ ഉള്ളൂ അത്. ഓക്കെ, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം മോനോൻ. അല്ലാതെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഓക്കെ, ഇത് നല്ല പെർഫോമൻസ് ആയിരുന്നു. പെർഫോമൻസ് വൈസ് എന്തൊക്കെയാ കാണിച്ചത് ഇവിടെ. ബ്യൂട്ടിഫുൾ ഡാൻസും കോറിയോഗ്രഫിയും. ഓ, ഒരു സുന്ദരനാണ്. നാണം വരുന്നു ഇങ്ങനെയൊക്കെ. അതെ, ഹിന്ദി ആയതുകൊണ്ട് അതിന്റെ ഭാഷയിൽ കുറച്ചൊന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. എല്ലാം പാടി ചില വാക്കുകൾ അത് പഠിച്ചതിന്റെയാണ്. അതൊന്ന് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ശരിയാവും. നമുക്ക് വഴങ്ങാത്തതോ അല്ലേ? എല്ലാം വഴങ്ങും. പിന്നെ അല്ല. ഗോഡ് ബ്ലെസ് യു ഡാ. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. മനോജേട്ടാ മോനെ, എന്തോ സാർ? റൊമാൻറ്റിക് വൈബ് തന്ന് ഞങ്ങളെയൊക്കെ പഴയ കാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ് സത്യം. അങ്കിളിനൊക്കെ ആ സമയത്തൊക്കെ ഈ സ്കൂൾ ടൈം കോളേജ് ടൈമിലൊക്കെ ഇഷ്ടംപോലെ പ്രണയങ്ങളുണ്ടായിരുന്നു. നമുക്ക് ആരെങ്കിലും ഇഷ്ടപ്പെടുന്നതിന് വല്ല അനുവാദം വേണം. വൺ വേ ആണ്, വൺ വേ. മനോജേട്ടാ ഒരെണ്ണം പറയോ ഞങ്ങളോട്? ഒരിക്കലും പറയാൻ പാടില്ല. അവരൊക്കെ നല്ല സുഖമായിട്ട് നല്ല രീതിയിൽ പേരൊന്നും പറയണ്ട മനോജേട്ടാ, ഒരെണ്ണം പറഞ്ഞാൽ മതി. നോ പറയാൻ പാടില്ല. ഇവിടെ എറണാകുളത്തൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, ഏത് സ്ഥലത്ത് പോയാലും കഴിഞ്ഞത് കഴിഞ്ഞു. അതെ, ഇനി അതിന്റെ പുറകെ പോരും. അപ്പൊ മോൻ ആ മൂഡിലേക്ക് നമ്മളെയൊക്കെ എത്തിച്ചു, എന്നെ എത്തിച്ചു. പിന്നെ ഒരു വരികളുടെ ഓരോ അർത്ഥം അറിയാതെ ഞാൻ അതിന്റെ അകത്ത് എത്തി എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ കോമഡി. അതാണ് മ്യൂസിക് മതിയല്ലോ. എന്തൊരു കമ്പോസിഷൻ ആണ് അല്ലേ ജതിൻ ലളിതിന്റെ. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു പാട്ട് നമ്മൾ കേട്ടിരുന്നു അല്ലേ? അത്ര മഹാനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ദിൽവാലെ ദുൽഹനിയ. അതുപോലെ ഗായകൻ നമ്മുടെ ഉദിത് നാരായൺജി മലയാളത്തിലും പാടിയിട്ടുണ്ട്. എത്രയോ പാട്ട് പാടി. തമിഴിലൊക്കെ ഒരു പ്രത്യേക റെൻഡറിങ് ആണ്. രസമാണ് റെൻഡറിങ്. മോൻ അറിയോ മലയാളത്തിലെ പാട്ട് ഏതിലും അദ്ദേഹം പാടിയ? ദിലീപിന്റെ പടത്തില് എല്ലാം കാണുമല്ലോ. നമുക്കത് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എങ്കിൽ പോലും പ്രത്യേക ഒരു സുഖമാണ് ഇത് കേൾക്കാൻ. അദ്ദേഹം തമിഴിലും തെലുങ്കിലും എല്ലാ ഭാഷയിലും അങ്ങനെ പാടിയിട്ടുണ്ട്. പിന്നെ മറ്റേ മഞ്ചരി പറഞ്ഞ മറ്റേ പാട്ടൊന്നല്ല, ഏതാത്? മുന്തിരിപ്പാടം മുറ്റത്തെ കൊണ്ടോകാം പട്ടുപോലെ കാത്തു വെച്ചോളാം അപ്പൊ അസല് അദ്ദേഹത്തിന്റെ പാട്ട് റൊമാൻറ്റിക് സോങ്, നല്ല സ്റ്റൈലായിട്ട് സ്വീറ്റ് ആയിട്ട് നല്ല ഹാൻഡ്സം ആയിട്ട് നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് നമ്മുടെ കൂടെ ഡ്രീമിൽ വന്ന കുട്ടി നന്നായിട്ട് ചെയ്തു. ആ മോളും മനസ്സിലായിട്ട് ചെയ്തു. നല്ലൊരു ട്രീറ്റ് ആയിരുന്നു, വിഷ്വൽ ട്രീറ്റ് കേട്ടോ. കാലക്കി മോനെ. ഗോഡ് ബ്ലെസ് യു. മക്കളെ, എന്തോ സാർ? റൊമാൻറ്റിക് ഹീറോ. മക്കളെ, നല്ല രസമുണ്ടോ നിന്നെ കാണാൻ. ഒരു ചക്കര ചക്കൻ. പിന്നെ ഈ 5 സ്റ്റാർ ഹോട്ടലിൽ ഓർഡർ എടുക്കാൻ വരുന്നവരും ഇങ്ങനെയാണ്. അത് കുഴപ്പമില്ല, അത് നമുക്ക് സഹിക്കാം. മോനെ നന്നായിട്ട് പാടിയില്ല. താങ്ക് യു സാർ. നീ ആമീർ ഖാന്റെ ഫാനാണോ? ഞാന് ഹിന്ദി പടങ്ങൾ അങ്ങനെ കാണാറില്ല, അതുകൊണ്ട് ആരെയും അറിയില്ല. അറിയാം, പക്ഷെ ഷാറൂഖ് ഖാൻ ആണോ ആമിർ ഖാൻ ആണോ? ഷാരൂഖിനെ ആണോ ആമീറിനാണോ ഇഷ്ടം? രണ്ടുപേരും സൂപ്പർ അല്ലേ?
ആണോ എന്നാ പിന്നെ ആണോ ചോദ്യം? കുഴപ്പമില്ലടാ. സൂപ്പർ അല്ലേ? ഈ പാട്ടിലാരാ? ആമിർ ഖാൻ. ആമീർ ഖാൻ. ഓ ശരി. മക്കളെ ചക്കരെ നീ നന്നായിട്ട് പാടിയത്. എനിക്ക് തോന്നി ഇപ്പൊ ഈ അനുപല്ലവിയുടെ ഇപ്പൊ ആ സെക്കൻഡ് ലൈന് അതിന് ഒരു കൃത്യത ഇല്ലായിരുന്നു പാടി. ഇപ്പം മഞ്ചരി പാടിച്ചപ്പോൾ അതിനൊരു കൃത്യത വന്നു. മക്കളത് അതുപോലെ എനിക്ക് വേറൊരു സ്ഥലത്ത് ഒരു ചരണത്തില് സപ്നെ അതിനകത്തുള്ള ബൃഹായിക്ക് ഒരു ഭയങ്കര ഭീകരാവസ്ഥ ഉണ്ടായിരുന്നു. അത് കുറച്ച് ഒന്ന് കൂളാക്കാമോ? അത് അതിപ്പോ ഓക്കെ. അത് കുറച്ചും കൂടെ നീ മുമ്പേ പാടിയപ്പോ ഒരുമാതിരി WWF ഫീലായിരുന്നു കേട്ടോ. ഒരു ഇടിച്ച് മോന്തക്കെട്ട് ഇടിക്കുന്നോണം പാടിക്കളഞ്ഞ. അതങ്ങനല്ല, കുറച്ചും കൂടെ സ്മൂത്ത് ആവുക കേട്ടോ. അപ്പോഴല്ലേ ഇത് ഒന്നാമത് ഉദിത് നാരായൺ എന്ന് പറഞ്ഞ് അദ്ദേഹം പാടുന്ന തന്നെ ഒരു രസമാണ് അല്ലേ. അപ്പം മക്കളെ ഇതേ ഉള്ളൂ, അല്ലാതെ ബാക്കിയെല്ലാം നല്ല രസമാണ്. എൻ്റെ ആക്ടും ഒക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അവിടെ ഇരുന്ന് ഒരു ഹൈലി റൊമാൻറ്റിക് പിയാനോ പ്ലെയർ ആയിരുന്നു. ഞെട്ടി ഒരു ലെവലായിപ്പോയി. നല്ല സുഖമുള്ളൊരു പാട്ടാണ് ഇത്. ഒരു വളരെ പോസിറ്റീവായിട്ടൊരു പാട്ടാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. ചിലപ്പോൾ നന്നായിട്ട് തന്നെ പാടി കേട്ടോ. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഓക്കെ, റൊമാൻറ്റിക് ഹീറോ. ഇനി വർക്ക് വേണ്ടേ? ഓക്കെ ശരത് സർ. മക്കളെ 8.5 marks. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേച്ചി ഒരു റൊമാൻറ്റിക് 8.5. താങ്ക് യു മാം. ചേട്ടാ ഹൈലി റൊമാൻറ്റിക് എന്റെ പ്രിയപ്പെട്ട മാർക്ക്. ഓക്കെ, ഒരു ഹൈലി റൊമാൻറ്റിക് 2. ഓക്കെ. സോ ടോട്ടൽ 17.